ബബ്ലു, ദിവസവും പുതിയ പുതിയ മൃഗങ്ങളുടെ ഭക്ഷണം മോഷ്ടിക്കപ്പെടുന്നു. ഇനി നമുക്കത് വിട്ടേക്കാം. എന്തിന്? മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ കഴിക്കും? ജോലി ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ലല്ലോ. ഒരു കാട്ടിൽ ചിങ്കി കുറുക്കനും കുരുനരിയും വളരെ സ്നേഹത്തോടെ ജീവിക്കുകയായിരുന്നു. രണ്ടുപേരും നല്ല രീതിയിൽ കഷ്ടപ്പെടുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ജീവനായിരുന്നു. എന്നാൽ കാട്ടിന്റെ അപ്പുറത്തെ വശത്ത് ബബ്ലു ചെന്നായും കഴുതപ്പുലിയും ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. രണ്ടുപേരാണെ മടിയന്മാരും കള്ളന്മാരുമായിരുന്നു. ബബ്ലു, ദിവസവും പുതിയ പുതിയ മൃഗങ്ങളുടെ ഭക്ഷണം മോഷ്ടിക്കപ്പെടുന്നു. ഇനി നമുക്കത് വിട്ടേക്കാം. എന്തിന്? മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ കഴിക്കും? ജോലി ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് നിനക്കിപ്പോൾ മനസ്സിലാവും. നീ എൻ്റെ കൂടെ വാ. അങ്ങനെ കഴുതപ്പുലി ബബ്ലു ചെന്നായനെയും കൊണ്ട് ചിങ്കി കുരുങ്ങനും കുരുനരിയുടെയും ഗുഹയിലെത്തി. ഇത് കണ്ടില്ലേ? അത് ചിങ്കിക്കുറുക്കനും സിയാറും. രണ്ടുപേരും വലിയ ദയവുള്ളവരാ. പിന്നെ ആരെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടാൽ തൻ്റെ ജീവൻ കൊടുത്തും അവർ രക്ഷപ്പെടുത്തും. അത് ശരി. അപ്പോൾ നാം എന്തായാലും അവരെ പ്രയോജനപ്പെടുത്തണം. ആ, അത് തന്നെ. വരൂ. രണ്ടുപേരും വയ്യാത്ത പോലെ ഒരു കാല് പൊക്കിപ്പിടിച്ച് ചിങ്കി കുറുക്കന്റെയും കുരുനരിയുടെ ഗുഹയുടെ അടുത്തൂടെ പോയി. ആ ആ എന്തൊരു വേദനയാണോ! ആ ദൈവമേ, ഞങ്ങൾ ഏറ്റവും പാവപ്പെട്ട മൃഗങ്ങളാ, ജിലേബിയെ പോലെ. എന്നിട്ടും ഞങ്ങളോട് ഇങ്ങനെ എന്തിനു ചെയ്തു? അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ നിങ്ങളുടെ കാലുകളിൽ എന്താ? എന്തു പറയാനാ, എൻ്റെ അമ്മാവൻ്റെ അയൽവാസിയുടെ മകൻ്റെ സുഹൃത്തുണ്ടല്ലോ, അവൻ്റെ സഹോദരിയുടെ മകൻ്റെ വിവാഹത്തിന് പോയതായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തടിച്ച മരം ഞങ്ങളുടെ ദേഹത്ത് വീണു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വികലാംഗരായി. ഇങ്ങനെ പോയാൽ ഞങ്ങൾ വിശന്നു മരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ വേട്ടയാടി ഭക്ഷണം കഴിക്കാനാ? അയ്യോ, ഇത് സംഭവിച്ചത് നല്ലതല്ല. നിങ്ങൾ വിഷമിക്കണ്ടാട്ടോ. നിങ്ങളുടെ ആരോഗ്യം ശരിയാവുന്നവരെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗുഹയിൽ താമസിക്കാം. നിങ്ങൾക്ക് അതുവരെ കഴിക്കാനുള്ള ഭക്ഷണവും ഞങ്ങൾ തരാം. നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ചിങ്കി കുരുങ്ങനും കുരുനരിയും ഈ രണ്ട് കള്ളന്മാരെ അവരുടെ ഗുഹയിലിരുത്തി. വൈകുന്നേരം ആയപ്പോ ഭക്ഷണം തേടാൻ പുറത്തേക്കും പോയി. അടുത്തുള്ള കാട്ടിൽ നിന്നും രണ്ട് മുയൽ കുഞ്ഞുങ്ങളെ വേട്ടയാടി കൊണ്ടുവന്നു. അവരതിനെയും കൊണ്ട് ഗുഹയിലോട്ട് വന്നു. ഇതാ, നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ കഴിച്ചോളൂ. ഇത് കേട്ടതോടെ ഡബ്ലു ബബ്ലുവും കൂടെ ഭക്ഷണം കാണാത്ത പോലെ ആർത്തി മൂത്ത് കഴിക്കാൻ തുടങ്ങി. അതെ, ക്ഷമിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് ചിന്തിച്ചില്ല. വരൂ, നിങ്ങളും കഴിച്ചോളൂ. വേണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചാൽ നിങ്ങൾക്ക് വിശക്കും. നിങ്ങൾ സമാധാനത്തോടെ കഴിച്ചോളൂ. ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ഒരിത്തിരി പോലും വെക്കാതെ മുഴുവനും തിന്നു. എന്നിട്ട് സുഖായി ഉറങ്ങി. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നും ഇത് തന്നെയായിരുന്നു. ചിങ്കി കുറുക്കനും കുരുനരിയും അവർക്ക് ഇച്ചിരി ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അവർക്കാണെങ്കിൽ നിറച്ചും കൊടുക്കും. അവര് നന്നായി അടിച്ചു പൊളിച്ച് ജീവിച്ചു. പക്ഷെ ഒരു ദിവസം ചിങ്കി കുറുക്കന്റെ കുരുനരിയുടെ കൂട്ടുകാരായ ജിറാഫും മാനും വന്നു. ഡബ്ലും ബബ്ലും എന്നത്തെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ രണ്ട് പാവങ്ങളാണെങ്കിൽ ചെറിയൊരു മാംസകഷ്ണവും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിങ്കിക്കുറുക്ക, നീ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യണം. പറ്റില്ലെന്ന് പറയരുത്. മാൻചേട്ടാ പറയൂ. പറ്റില്ലെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? എൻ്റെ മകന് വല്ലാതെ വയറ് വേദനിക്കുന്നു. നിനക്കതിനുള്ള മരുന്ന് അറിയില്ലേ? അത് കഴിച്ചാൽ വയറുവേദന പെട്ടെന്ന് മാറുന്നതാണ്. ആ, എനിക്കറിയാം. ബാ, എന്റെ കൂടെ വാ, നമുക്കിപ്പൊ തന്നെ പോവാം. ഈ കാര്യം ചിങ്കി കുറുക്കൻ കുരുനരിയോട് പറഞ്ഞു. നിങ്ങൾ ഡബ്ലു ബബ്ലു ചേട്ടനെ നോക്കിക്കോ, ഞാനിപ്പോ വരാട്ടോ. ഇതും പറഞ്ഞ് ചിങ്കി കുറുക്കൻ അവരുടെ കൂടെ പോയി. 2 മണിക്കൂറിന് ശേഷം ജിറാഫും മാനും പേടിച്ച് തിരിച്ചു വന്നു. സിയാർ കുറുക്ക, ഒരു വലിയ സംഭവം നടന്നു. നമുക്കിപ്പോൾ തന്നെ പോകണം. എന്തുപറ്റി? അല്ല, പിന്നെ ചിങ്കി എവിടെ? ഞങ്ങൾ ചിങ്കിക്കുറുക്കനുമായി തിരിച്ചു വരികയായിരുന്നു. അപ്പം നീലഗുഹയിൽ നിന്ന് രാക്ഷസൻ വന്നു. എന്നിട്ട് രാക്ഷസൻ ചിങ്കിയുമായി ഗുഹയുടെ അകത്തേക്ക് പോയി. നിങ്ങളിതെന്തൊക്കെയാ പറയുന്നത്? പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ. ഇനി വൈകിക്കൂടാ. കുറുക്കൻ ചേട്ടാ, ആ ഗുഹയ്ക്കകത്ത് നമ്മളെപ്പോലൊരു മൃഗമല്ല ഉള്ളത്. അവിടേക്ക് പോകുന്നവരെയെല്ലാം ആ രാക്ഷസൻ തന്നോടൊപ്പം കൊണ്ടുപോകും. ഇനി ഏതെങ്കിലും മൃഗത്തിന്
അപകടം പറ്റിയതോ വികലാംഗനോ ആണെങ്കിൽ ആ രാക്ഷസന് പ്രതിരോധിക്കാൻ പറ്റില്ല. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന ശാപം ആ രാക്ഷസനുണ്ട്. മാത്രമല്ല അവരുടെ കൈകൊണ്ട് ചാവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മൃഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഗുഹയ്ക്കകത്ത് പോവാം, എന്നിട്ട് ആ രാക്ഷസനെ കൊല്ലാം. കുരുന്നരി എന്നിട്ട് ചെന്നായനെയും കഴുതപ്പുലിനെയും നോക്കി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്കറിയായിരുന്നു ഞങ്ങളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ സൗഹൃദം നിലനിർത്താൻ നിങ്ങൾക്കും ഒരവസരം വരുമെന്നുള്ളത്. പേടിച്ച് പേടിച്ച് തിരിച്ചു വന്നു. എന്താ ആലോചിക്കുന്നേ? പെട്ടെന്ന് വരൂ, അല്ലെങ്കിൽ ആ രാക്ഷസൻ ചിങ്കിക്കുറുക്കനെ കൊല്ലും. അതെ അതെ, വരൂ, നമുക്ക് ചിങ്കിയെ പോയി എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഞങ്ങളെ നിങ്ങൾ ഒരുപാട് സഹായിച്ചതല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റും? അങ്ങനെ പേടിച്ച് പേടിച്ച് എല്ലാരും കൂടെ കൂട്ടത്തോടെ ആ ഗുഹയുടെ പുറത്തു വന്നെത്തി. ഇതാണ് ആ ഗുഹ. നിങ്ങൾ രണ്ടുപേരും പോയി ചിങ്കിയെ കൂട്ടിക്കൊണ്ടുവരൂ. ഡബ്ലു ബബ്ലുവും ആ ഗുഹയുടെ അകത്തേക്ക് പോവാൻ നോക്കിയായിരുന്നു. അപ്പോഴേക്കും ഗുഹയുടെ അകത്തുനിന്ന് ഭയാനകമായൊരു ശബ്ദം കേട്ടു. എന്റെ അമ്മച്ചി, ഇത്ര ഭീകര ശബ്ദം! ഇത് കേട്ടതോടെ രണ്ടുപേരും പുറകോട്ട് നീങ്ങി. അതെ, ആ ശബ്ദമുണ്ടാക്കുന്ന രാക്ഷസൻ അവൻ ഞങ്ങളെ കൊല്ലുവോ? അയ്യോ, അവനൊരു ശാപമുണ്ട്. അപകടത്തിൽപ്പെട്ട മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവനെ ഓർത്ത് പേടിക്കുന്നത്? ചിങ്കിക്കുറുക്കനും സിയാറും നിങ്ങളെ എത്ര സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യില്ലേ? പെട്ടെന്ന് പോവൂ. ഇതും പറഞ്ഞ് മാൻ അവരെ ഉന്തിത്തള്ളി വിട്ടു. രണ്ടുപേരും ഗുഹയുടെ അകത്തേക്ക് കുറച്ചൊന്ന് കേറിയപ്പോ വീണ്ടും ആ ശബ്ദം കേട്ടു. നിന്നെ ഭക്ഷിക്കും. എന്റെ അടുത്തേക്ക് വരൂ. എന്റെ ദൈവമേ, ഞങ്ങൾ ഒരിക്കലും വരില്ല. രണ്ടുപേരും പേടിച്ച് ഗുഹയിൽ നിന്ന് ഓടി പുറത്തോട്ട് വന്നു. അത് ഞങ്ങൾ എന്തായാലും ഇനി അകത്തേക്ക് പോവില്ല. കാരണം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് അപകടം പറ്റിയിട്ടില്ല. ഇത് കണ്ടില്ലേ? ഇതും പറഞ്ഞ് രണ്ടുപേരും നാലുകാലെ നടക്കാൻ തുടങ്ങി. കുരുന്നരി ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഇതെന്താ? നിങ്ങൾക്കൊരു കുഴപ്പമില്ലേ? അതെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ അപകടം പറ്റിയതായിട്ട് നാടകം കളിച്ചെന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ സഹായ മനസ്കത ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കൂടെ നിൽക്കാനാ. അങ്ങനെ എന്നും ഭക്ഷണം കഴിച്ച് കിടക്കാമല്ലോ. വഞ്ചകരെ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോ നിങ്ങളുടെ യഥാർത്ഥ രൂപം കാട്ടിത്തന്നു. ഇനി ഞാൻ തന്നെ ചിങ്കിയെ രക്ഷിക്കാൻ പൊക്കോളാം. അപ്പോഴേക്കും മാൻ ഒച്ച ശബ്ദത്തിൽ പറഞ്ഞു. മതി, ജോലി കഴിഞ്ഞു. ഇനി നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് വന്നോ. ഇത് പറഞ്ഞതോടെ ഗുഹയുടെ അകത്തുനിന്ന് ചിങ്കി കുറുക്കനും ഭാലുക്കരടിയും പുറത്തേക്ക് വന്നു. അല്ല ചിങ്കി, നിനക്ക് കുഴപ്പമില്ലേ? അല്ല, ഈ കാലുക്കരടി നിന്റെ കൂടെ? മാനെ, നീയല്ല പറഞ്ഞത് ചിങ്കിയെ രാക്ഷസൻ പിടിച്ചോണ്ട് പോയി എന്ന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഈ രണ്ട് ചതിയന്മാരെ കുറിച്ചും വളരെ നല്ല അറിവുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും നിങ്ങളുടെ കൂടെ താമസിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നതും കണ്ടു. അതുകൊണ്ട് ഈ ചതിയന്മാരുടെ കള്ളം പുറത്തു വരുത്താൻ വേണ്ടി ഞങ്ങളും ചിങ്കിയും കൂടി കളിച്ച ഒരു നാടകമായിരുന്നു ഇത്. പിന്നെ അത് രാക്ഷസന്റെ ശബ്ദമായിരുന്നില്ല, എന്റെ ശബ്ദമായിരുന്നു. ഞങ്ങളോട് പൊറുക്കണം ചിങ്കി. സിയാർ, ഞങ്ങൾ നിങ്ങളെ വഞ്ചിച്ചതിൽ ഖേദിക്കുന്നു. ശരി, നിങ്ങൾക്ക് മാപ്പ് വന്നിരിക്കുന്നു. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇല്ല, ഒരിക്കലുമില്ല. സുഹൃത്തുക്കളെ, നല്ലത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ എല്ലാവരെയും വിശ്വസിക്കുന്നത് ശരിയല്ല. ആരെയൊക്കെ സഹായിക്കുന്നോ അവരെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അവൻ സത്യത്തിൽ അപകടത്തിലാണോ അതോ നിങ്ങളെ മുതലെടുക്കുകയാണോ എന്ന്.